إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന്റെ സദസ്സുകൾക്ക് പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠതകളൊക്കെ കരസ്ഥമാക്കി ഈ മജ്ലിസിൽ നിന്ന് മടങ്ങാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലേറ്റവും വലിയ ഫളിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകളിൽ ഇരിക്കുന്നവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകും. ആ ഒരു മഹത്വം തന്നെ ഇൽമിന്റെ സദസ്സിന്റെ മഹത്വത്തിന് മതിയായതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു മജ്ലിസിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സലഫികളെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീൻ പൂർണ്ണമാണ്. ആ ദീനിൽ അഖീദ എന്ന് പറയുന്ന വിഷയങ്ങൾക്ക് നാം പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ ദീൻ വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുആമലാത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ റഖായിഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഥവാ വിശ്വാസ കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കാറുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ, അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവെ സലഫികൾ എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയപ്പെടുന്ന വിഷയം എന്താണ്? തൗഹീദാണ്. അവർ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരാണ്, ഷിർക്കിനെതിരിൽ ശക്തമായി പോരാടുന്നവരാണ് എന്നൊക്കെ നമ്മൾ പൊതുവെ സലഫികളെ കുറിച്ച് നമ്മുടെ നാടുകളിൽ നമുക്കെതിരായ ആളുകൾ പോലും പറയാറുണ്ട്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവർ പോലും സലഫികളെ കുറിച്ച് പറയാറുള്ള ചില കാര്യങ്ങളാണ്. അവർ തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഷിർക്കിനെതിരെ ജനങ്ങളെ ഉത്ബോധനം ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ശരീഅത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റഖായിഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഥവാ സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവുക. സുന്നത്ത് നിസ്കാരങ്ങൾ, അദ്കാറുകൾ, ദിക്റുകൾ പതിവാക്കുന്ന വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളും നമുക്ക് ശ്രദ്ധയിലുണ്ടാകണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുകൾ, ആളുകളോടുള്ള പെരുമാറ്റത്തിൽ ഏറ്റവും നല്ല പെരുമാറ്റം സ്വീകരിക്കുക എന്ന രൂപം, ഇതൊക്കെ സലഫികൾക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ സലഫികളിലേക്ക് ചേർത്തി പറയപ്പെടുന്നത് വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ ആയിക്കൂടാ. നമ്മുടെ മതം പൂർണ്ണമാണ്, ഷാമിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് എല്ലാ മേഖലകളും നമുക്ക് പഠിപ്പിക്കപ്പെട്ടു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതനായ വ്യക്തി വന്നുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന ആക്ഷേപമായി ചോദിച്ചപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞത്, ഇസ്സത്തോടുകൂടി പറഞ്ഞു, അതെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നാം ടോയ്ലറ്റുകളിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെ ഇരിക്കണം എന്നുവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദീൻ അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിലും നാം ഇടപഴകുമ്പോൾ അതിൽ ദീനിന്റെ അധ്യാപനം എന്താണ് എന്ന് നാം നോക്കുക. ദീനിന്റെ എല്ലാ മേഖലകളും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ദർസിന്റെ വിഷയം ദിക്റുകളുമായി ബന്ധപ്പെട്ടാണ്. ദിക്റുകൾ എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ശരീഅത്ത് വളരെ വലിയ സ്ഥാനം നൽകിയിരിക്കുന്ന വിഷയമാണ്. പക്ഷേ പലപ്പോഴും ബിദ്അത്തുകളെ എതിർക്കുന്ന തിരക്കിൽ സലഫികൾക്ക് ദിക്റുകളെ കുറിച്ച് പറയാനും അതിന്റെ മഹത്വങ്ങളെ കുറിച്ച് പറയാനൊന്നും സമീപകാലം വരെ കൂടുതൽ ശ്രദ്ധയുണ്ടായിരുന്നില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ അവസ്ഥകളൊക്കെ മാറി വന്നു.
ഇനിയും കൂടുതൽ മാറ്റങ്ങൾ നമുക്കുണ്ടാകണം. അദ്കാറുകളുടെ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാകണം. ദിക്റുകളെ കുറിച്ച് സ്മരിക്കപ്പെടുമ്പോൾ സലഫികൾ എന്ന് പേര് പറയപ്പെടണം. നമ്മുടെ നാട്ടിൽ തൗഹീദ് എന്ന് പറയുമ്പോൾ സലഫികൾ എന്ന് പറയുന്നത് പോലെ ദിക്റുകളുടെ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ അവർ സലഫികളായിരിക്കണം. ഇത് ആളുകളുടെ മഹത്വത്തിനും അല്ലെങ്കിൽ ആളുകൾ നമ്മെ പുകഴ്ത്തി പറയാനുമല്ല. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അത്രയും അധികം ശ്രദ്ധ ദിക്റുകളുടെ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന എന്താണ്? യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ദിക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹു ഉപയോഗിച്ച പദപ്രയോഗം അങ്ങനെയാണ്. നിങ്ങൾ ധാരാളം അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക, ദിക്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക, നാം എത്രത്തോളം ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട്? ദിക്റുകൾ എത്രത്തോളം നാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ നാവിൽ ദിക്റിനുള്ള സ്ഥാനം എന്താണ്? അള്ളാഹു പറയുന്നു, നിങ്ങൾ ധാരാളമായി ദിക്ർ പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ അവർ മുന്നിലെ പോയിരിക്കുന്നു, അഥവാ അവർ ഏറ്റവും നല്ല സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, വമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, ആരാണ് മുഫർരിദീങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ കൂടുതൽ ദിക്ർ ചെയ്യുന്നവരാണവർ, ധാരാളമായി ദിക്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവർ. അതുകൊണ്ട് നന്മകളിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ അവർ തൗഹീദിന്റെ വിഷയത്തിൽ, അഖീദയുടെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കുന്നതോടൊപ്പം നിർബന്ധമായും ശ്രദ്ധ കാണിക്കേണ്ട ഒരു മേഖലയാണ് അദ്കാറുകളുമായി ബന്ധപ്പെട്ട മേഖല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിൽ ദിക്റുകളുടെ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില ഹദീസുകൾ മാത്രം ഉണർത്താം, കാരണം നമുക്ക് വേറെയും ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറയുകയാണ്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സൽക്കർമ്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വഅസ്കാഹ ഇൻദ മലീകികും, അല്ലാഹുവിങ്കൽ ഏറ്റവും പരിശുദ്ധമായ ഒരു കർമ്മം. വഅർഫഉഹ ഫീ ദറജാതികും, നിങ്ങളുടെ പദവികൾ അല്ലാഹുവിങ്കൽ കൂടുതൽ ഉയരാനുള്ള ഒരു കാരണം. ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്താ? നമ്മുടെ പദവികൾ, നിന്റെ പദവി ഏറ്റവും താഴെയാണെങ്കിൽ അത് ഉയർത്താൻ, അത് ഫിർദൗസുൽ അഅലയിലേക്ക് എത്താൻ നിന്നെ സഹായിക്കുന്ന ഒരു കാര്യം. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിദ് ദഹബി വൽ വറിഖ്, നിങ്ങൾ സ്വർണങ്ങളും അതുപോലെ തന്നെ വെള്ളിയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിനേക്കാളും മഹത്വമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, നിങ്ങൾ യുദ്ധരണാകളത്തിൽ ശത്രുക്കളുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ അവരുടെ തലയെറുത്തുകൊണ്ട് നിങ്ങൾ വിജയിച്ചു മുന്നേറുന്നു, അതല്ലെങ്കിൽ അവരുടെ കൈകളാൽ നിങ്ങളുടെ തലയെറുക്കപ്പെടുന്നു, നിങ്ങൾ രക്തസാക്ഷിയാകുന്നു. അങ്ങനെയുള്ള പ്രവർത്തനത്തെക്കാളും മഹത്വമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. ഈ സമയം സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂൽ അല്ലാഹ്, പറഞ്ഞു തന്നാലും? അവിടുന്ന് പറഞ്ഞു, ദിക്റുല്ലാഹി തആല, അല്ലാഹുവിന്റെ ദിക്റാണ്, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കലാണ്. എത്രയെത്ര ഫളായിലുകൾ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ. അതുപോലെ തന്നെ നിങ്ങൾ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനേക്കാളും ഉത്തമം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ ഫളായിലുകൾ പഠിപ്പിച്ചതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, ദിക്റുല്ലാഹി തആല, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കലാണ്. ഈ ഹദീസ് പറഞ്ഞ ശേഷം മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ശൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അടിമയെ മോചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ദിക്റുല്ലാഹ്, അല്ലാഹുവെ സ്മരിക്കലാണ് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഇവിടെ ഈ പറയപ്പെട്ടതിന്റെ ഉദ്ദേശം ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിക്ർ എന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ദിക്റിന്റെ സ്ഥാനമാണ് ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്ര വലിയൊരു ഫളിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടും അതിൽ നാം അലസത കാണിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈമാൻ നാം ഒന്ന് പരിശോധിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കഥറത അലയ്യ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എനിക്ക് ധാരാളമായി തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഫബാബുൻ നതമസ്സകു ബിഹി ജാമിഅ,
ദീനിന്റെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഉപദേശം എനിക്ക് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, എപ്പോഴും നിന്റെ നാവിൽ അല്ലാഹുവിനെ നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയിൽ നിന്ന് അദ്ദേഹത്തിന് അൽവാബിലുസ് സയ്യിബിൽ ഉദ്ധരിച്ചത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാണ്, ഇബ്നു തൈമിയ പറയാണ്, അദ്ദിക്റു ലിൽ ഖൽബ് മിസ്ലുൽ മാഇ ലിസ്സമക്, ദിക്ർ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തിന് വെള്ളം പോലെയാണ്. മത്സ്യം വെള്ളത്തിലേക്ക് എത്രമാത്രം ആവശ്യക്കാരനാണോ അതിനേക്കാൾ ദിക്ർ ഒരു വിശ്വാസിക്ക് ആവശ്യമാണ്. ശേഷം അദ്ദേഹം പറയുന്നു, ഫകൈഫ യകൂനു ഹാലു സമകി ഇദാ ഫാറഖൽ മാ, വെള്ളമില്ലാതെ വെള്ളത്തിൽ നിന്നൊരു മത്സ്യത്തെ പുറത്തേക്കിട്ടാൽ അത് എത്രമാത്രം പ്രയാസപ്പെടുന്നുവോ അങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിക്ക് ദിക്റുമായിട്ടുള്ള ബന്ധമെന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സമാധാനം അത് ദിക്റിലാണ്. നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ മനസ്സിന്റെ ഉറപ്പ് ലഭിക്കേണ്ടത് അത് ദിക്ർ പറയുമ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുക അവർ റബ്ബിനെ സ്മരിക്കുമ്പോഴാണ്. റബ്ബിനെ സ്മരിക്കുമ്പോഴാണ്. ഈ ആയത്തിന്റെ നേരെ വിപരീതമുള്ള അർത്ഥം എന്താ? റബ്ബിനെ സ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിൽ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദീനിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് തുടങ്ങിയ അദ്കാറുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കണം. വിശ്വാസിക്ക് സമാധാനം ലഭിക്കും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല, ദിക്റിന്റെ മജാലിസുകളിൽ ഇരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ, അല്ലാഹുവിന്റെ റഹ്മത്ത് അവതരിപ്പിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മലക്കുകൾ അവരെ വലയം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ദിക്റിന്റെ സദസ്സുകളിൽ ഇരിക്കുന്നവരെ കുറിച്ച്, അഥവാ നാം എല്ലാവരും ഇവിടെ ദിക്റിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ദിക്റിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവരെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറയുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗം, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത ഐനാഹ്, ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ചോർത്ത് അദ്കാറുകൾ പറഞ്ഞ് അങ്ങനെ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുവെങ്കിൽ അവന്റെ പരലോകത്തെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്കാറുകളുടെ ഫളായിലുകൾ അനേകമുണ്ട്, ഹദീസുകൾ ധാരാളമുണ്ട്. നിങ്ങൾ അതൊക്കെ കേട്ടവരായിരിക്കാം. ഇതൊരു ഉണർച്ചലാണ്. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഇത്തരത്തിൽ ഉത്ബോധനം വിശ്വാസികൾക്ക് ഉപകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഈ ആയത്തുകളും ഹദീസുകളും കേട്ടിട്ടും അദ്കാറുകളിൽ ശ്രദ്ധ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചില ആളുകളുടെ മനസ്സിൽ അല്ലാഹു സീൽ വെക്കും. ചില ആളുകൾക്ക് അല്ലാഹു അവരുടെ മനസ്സിൽ സീൽ വെക്കും. വദാലിക റാൻ, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ അവർക്ക് അല്ലാഹു ഹൃദയത്തിൽ സീൽ വെച്ചിരിക്കുകയാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, നസീഹത്തുകൾ കേട്ടാൽ മാറ്റമില്ലാത്തവരാണെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആനിക വചനങ്ങളും പ്രവാചകന്റെ ഹദീസുകളും കേട്ടാൽ നമുക്ക് മനസ്സിൽ ഒരു മാറ്റവുമില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അത്തരത്തിൽ സീൽ വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നും അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക, അദ്കാറുകൾ വർദ്ധിപ്പിക്കുക, ഈ ശ്രേഷ്ഠമായ ഈ പവിത്രതകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ലഭിക്കണം എന്ന ബോധ്യത്തോടുകൂടി നാം ജീവിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത മുഖദ്ദിമ അല്ലെങ്കിൽ അടുത്തൊരു വിഷയം, അദ്കാറുകൾക്ക് അഥവാ നാം പറയുന്ന ദിക്റുകൾക്ക് ധാരാളം നേട്ടങ്ങൾ, അത് ചെയ്യുന്നതിലൂടെ ധാരാളം നേട്ടങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽവാബിലുസ് സയ്യിബിൽ, അദ്ദേഹത്തിന്റെ കിതാബിൽ ദിക്ർ പറയുന്നതിന് 70ഓളം നേട്ടങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ദിക്ർ പറയുന്നതിന് 70ഓളം നേട്ടങ്ങൾ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അൽവാബിലുസ് സയ്യിബിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ പറയാൻ നമുക്ക് സമയമില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു ഹദീസ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു. ശരിക്ക് ചിന്തിക്കണം, ഇത് ഹദീസ് കേൾക്കുമ്പോൾ ആ ഒരു നൂറ്റാണ്ടിലേക്ക് പ്രവാചകൻ പറഞ്ഞതല്ല, ഞങ്ങളെ കുറിച്ച് ഇത് കേൾക്കുന്ന ഓരോരോ വിശ്വാസിയോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസലുല്ലദീ യദ്കുറു റബ്ബഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നവൻ
വല്ലദീ ലാ യദ്കുറു റബ്ബഹ്, അല്ലാഹുവെ സ്മരിക്കാത്തവൻ. രണ്ട് വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് അല്ലാഹുവിനെ ഓർക്കുന്നവർ, അവന്റെ നാവിൽ ഇടക്കൊക്കെ ദിക്റുകൾ വരുന്നുണ്ട്. രണ്ടാമത്തവൻ ആരാണ്? അവൻ നാവിൽ അല്ലാഹുവിനെ സ്മരിക്കാത്തവനാണ്. അവന് അദ്കാറുകളുമായി ഒരു ബന്ധവുമില്ല. അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവൻ ദിക്ർ പറയുന്നവനാണ്. മരണപ്പെട്ടവൻ അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടും ശർഅ് മരിച്ചവനായി പരിഗണിച്ചിരിക്കുന്നത് ദിക്റുകൾ പറയാത്തവനാണ്. അവൻ കേവലം ജീവിച്ചിരിക്കുന്നു, പക്ഷേ അവൻ മരിച്ചവന് തുല്യമാണ്. റബ്ബിനെ കുറിച്ചുള്ള സ്മരണ അവന്റെ നാവിലില്ല എങ്കിൽ, അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹുവെ കുറിച്ച് അവൻ ഓർക്കുന്നില്ല എങ്കിൽ അവൻ മരിച്ചവന് തുല്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാം ജീവനുള്ളവരാവുക. റബ്ബിനെ കുറിച്ച് നാം ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക, അള്ളാഹുവെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഒരു ദിവസവും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലാതെ കടന്നുപോകാൻ പാടില്ല. ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ട് ധാരാളം ഇവിടെ. അവർ എപ്പോഴും അവരുടെ ഓർമ്മയിൽ ഞാൻ അള്ളാഹുവിന്റെ സംസാരമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ദിക്റാണ്. ഇങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉദാഹരണം ജീവിച്ചവനും മരിക്കുന്നവനും പോലെയാണ്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽവാബിലിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്, ദിക്ർ പറയുന്നവർ അവർക്ക് ശരീരത്തിന് ബലം ലഭിക്കും. ദിക്ർ പറയുന്നവർക്ക് ശാരീരികമായ ബലം ലഭിക്കും, മാനസികമായതല്ല, ശാരീരികമായ ബലം ലഭിക്കും. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി പറഞ്ഞ കാര്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരിക്കൽ ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു. നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ള ഹദീസാണ്. ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ ജോലി ചെയ്ത് അവർക്ക് പ്രയാസം അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി. അവരുടെ കൈകളിലൊക്കെ തയമ്പുകൾ പോലെ വന്നു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് പറഞ്ഞു, താങ്കളുടെ വാപ്പയോട് പറഞ്ഞ് നമുക്കൊരു വേലക്കാരനെ നിശ്ചയിക്കാൻ, അല്ലെങ്കിൽ വേലക്കാരിയെ വീട്ടിലേക്ക് വേണ്ടി നിശ്ചയിക്കാൻ പറഞ്ഞാലും. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ വന്നതിനെക്കുറിച്ചും അവരുടെ ആവശ്യത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പ്രവാചകൻ വന്നയുടൻ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയി. അവർ ഉറങ്ങാൻ കിടന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഒരു വേലക്കാരനെ വെക്കുന്നതിനേക്കാൾ മഹത്വമുള്ള, അതിനേക്കാൾ നിന്നെ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് രാത്രി ഉറങ്ങുമ്പോഴുള്ള അദ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ശാരീരികമായി അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു ഖാദിമിനെ, ഒരു ജോലിക്കാരനെ വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് തിരിച്ചു പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? അദ്കാറുകളാണ്, ദിക്ർ പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട് അദ്കാറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുക. അദ്കാറുകൾ പറയാത്ത ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നാം ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അദ്കാറുകളുടെ ഈ ഫവായിദുകൾ, ഇബ്നുൽ ഖയ്യിം അൽവാബിലുസ് സയ്യിബിൽ പറഞ്ഞിരിക്കുന്ന ഫവായിദുകൾ, ബാക്കിയുള്ള വിഷയങ്ങൾ കൂടി നിങ്ങൾ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകളുടെ മഹത്വങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, ദിക്റുകൾ പറയുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസ്അലയാണ്, ദിക്റുകളുടെ പൂർണ്ണത എന്ന് പറയുന്നത് നാം നാവുകൊണ്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കുക, അതുകൂടി ഓർത്തുകൊണ്ടായിരിക്കണം നാം ദിക്ർ പറയേണ്ടത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ദിക്ർ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകണം? ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇന്നിവിടെ ആരാധിക്കപ്പെടുന്ന ആൾദൈവങ്ങളാകട്ടെ, അല്ലെങ്കിൽ മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, വ്യക്തികളാകട്ടെ, ഇതൊക്കെ ആരാധിക്കപ്പെടാൻ യാതൊരു അർഹതയുമില്ലാത്തതാണ്. ഇബാദത്തുകൾ റബ്ബിന് മാത്രമേ നൽകാവൂ എന്നൊരു വിശ്വാസം, ആ അഖീദ, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നാം ദിക്റുകൾ പറയുക എന്നുള്ളതാണ് ദിക്റുകളിൽ ഏറ്റവും പൂർണ്ണമായത്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ, സുബ്ഹാനല്ലാഹ് എന്നൊരു വാക്ക് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹുവിനെ കുറിച്ച് മോശമായ വാക്കുകൾ ആരൊക്കെ പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്, അവന്റെ പരിശുദ്ധിയെ ഞാനിതാ ഇവിടെ വാഴ്ത്തുന്നു, ഞാനിതാ പറയുന്നു എന്നിങ്ങനെ അദ്കാറുകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലും അതിനെക്കുറിച്ചുള്ള ബോധം, ആ ഒരു ചിന്തയുണ്ടാവുക എന്നുള്ളതാണ് ദിക്റുകളുടെ പൂർണ്ണത. ഇനി ഒരു വ്യക്തി, അദ്ദേഹം സദാ അദ്കാറുകൾ പറയുന്ന ഒരു വ്യക്തിയാണെന്ന് സങ്കല്പിക്കുക.
അദ്ദേഹം ഒരു ദിക്ർ പറയുമ്പോൾ അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം ചിന്തയില്ല. എന്തെങ്കിലും ജോലിക്കിടയിൽ അല്ലെങ്കിൽ അദ്ദേഹം കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം നാവുകൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറയുകയാണ്. വെറും നാവുകൊണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ പ്രതിഫലം ലഭിക്കുമോ? പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീനിൽ പറയുന്നു, മനസ്സുകൊണ്ട് ബോധമില്ല എങ്കിൽ ദിക്റിന് പ്രതിഫലം ലഭിക്കുകയില്ല. എന്നാൽ അല്ലാഹു അഅലം ഏറ്റവും ശരിയായ അഭിപ്രായം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബോധമില്ലാതെയാണ് നാവുകൊണ്ട് ദിക്ർ പറയുന്നതെങ്കിലും അതിന് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില പണ്ഡിതന്മാരൊക്കെ ഏറ്റവും ശരിയായ അഭിപ്രായമായി പറയുന്നത്. അതിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയ്യസ് ഹഫിളഹുല്ലയൊക്കെ ആ ഒരു അഭിപ്രായമാണ് ശരി അഭിപ്രായമായി പറയുന്നത്. നാം നാവുകൊണ്ട് ദിക്ർ പറഞ്ഞാലും നമുക്കതിന് പ്രതിഫലം ലഭിക്കും. മനസ്സുകൊണ്ട് അതിന്റെ അർത്ഥങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിലും നാവുകൊണ്ട് നാം അത് പറയുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അദ്കാറുകളിൽ ഏറ്റവും പൂർണ്ണത എന്താണ്? നാവുകൊണ്ട് പറയുക, അതോടൊപ്പം മനസ്സാന്നിധ്യത്തോടുകൂടി ആ ദിക്റുകൾ നാം പറയുക. ഇനി കേവലം നാവുകൊണ്ട് ആ ദിക്ർ പറയുകയാണെങ്കിൽ തന്നെ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. എന്നാൽ നാവുകൊണ്ട് പറയുന്നില്ല എങ്കിൽ ചില ആളുകൾ നാവുകൊണ്ട് അദ്കാറുകൾ പറയാതെ ഞാൻ മനസ്സുകൊണ്ടാണ് ദിക്ർ പറയുന്നത് എന്ന് പറയും. മനസ്സുകൊണ്ടാണ് ദിക്ർ പറയുന്നത് എന്ന് പറയും. ശരീഅത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അദ്കാറുകൾ, ഉദാഹരണത്തിന് രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട അദ്കാറുകൾ, ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയേണ്ട അദ്കാറുകൾ, ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ പറയേണ്ട അദ്കാറുകൾ, ഈ സമയത്തുള്ള ദിക്റുകളൊക്കെ പറഞ്ഞു എന്ന് പരിഗണിക്കണമെങ്കിൽ അത് നാവുകൊണ്ട് ഉച്ചരിക്കൽ നിർബന്ധമാണ്. അത് പറഞ്ഞു എന്ന് ശറഇൽ പരിഗണന വേണമെങ്കിൽ നാവുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജുസ്ഉൽ ഖിറാഅത്തി ഖൽഫൽ ഇമാം എന്ന കിതാബിൽ ഈ വിഷയത്തിൽ ഇജ്മാഅ് ഉദ്ധരിച്ചിട്ടുണ്ട്. നിർബന്ധമായും നാവുകൊണ്ട് പറയണം. ഉദാഹരണത്തിന് ഒരാൾ രാവിലെ ഫജ്ർ നിസ്കാര ശേഷം മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ദിക്ർ പറയുകയാണ്. അദ്ദേഹം നാവ് അനക്കുന്നില്ല. നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു നാവുകൊണ്ട് ദിക്ർ പറയുക. അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ മനസ്സിലാണ് ദിക്ർ പറയുന്നത്. അത് ശറഇൽ ദിക്റായി പരിഗണിക്കപ്പെടുകയില്ല. പക്ഷെ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രതിഫലമുണ്ട്. പക്ഷെ ദിക്റായി പരിഗണിക്കണമെങ്കിൽ അത് നാവുകൊണ്ട് വായ കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇമാം ബുൽഖൈനിയും അതുപോലെ തന്നെ ഖാദി ഇയാളും അങ്ങനെയുള്ള അനേകം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ബൈഹഖിയോടൊപ്പം തന്നെ ഇജ്മാഅ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ട് നാവ് കൊണ്ട് ദിക്ർ പറയണം. എന്നാൽ നാവിന്റെ കൂടെ മനസ്സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പരിപൂർണമായ മർത്തബ. അതുകൊണ്ട് ആ പരിപൂർണതയിലേക്ക് നാം എപ്പോഴും ശ്രമിക്കുക. ഏറ്റവും നല്ല മർത്തബയിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദിക്റുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ലത് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് തസ്ബീഹ് പറയുക അല്ലെങ്കിൽ ദിക്ർ പറയുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നിസ്കാര ശേഷം 33 തവണ, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 തവണ, അല്ലെങ്കിൽ രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 10 തവണ, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് എണ്ണുക എന്നുള്ളതാണ്. നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് എണ്ണുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതഖാത്ത്. ആ വിരലുകൾ, ആ കൈകൾ അതിനോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് അല്ലാഹുവിങ്കൽ സംസാരിക്കും. ചില പണ്ഡിതന്മാർ ആ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ഹദീസ് സ്വീകാര്യമാണെന്ന് വിധി നൽകിയതായും കാണാം. അപ്പോൾ ഏറ്റവും നല്ലത് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് തസ്ബീഹുകൾ പറയുക. നിസ്കാര ശേഷം നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് തസ്ബീഹുകൾ പറയുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ കൈകൾ കൊണ്ട് തസ്ബീഹ് പറയുമ്പോൾ എങ്ങനെയാണ് നാം തസ്ബീഹുകൾ എണ്ണേണ്ടത്? ഇപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ നാം പറയുന്നു. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു രാവിലെ 10 തവണ പറയുന്നു. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി രാവിലെ 100 തവണ നമ്മൾ പറയുന്നു. ഇത്തരത്തിലുള്ള അദ്കാറുകൾ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കൈകൾ കൊണ്ട് നാം എണ്ണുക? ഇതിൽ ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കുക, പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിരിക്കുന്ന ഒരു മസ്അലയാണിത്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കിടയിൽ നിങ്ങൾക്കറിയാം മസ്അലകൾ 2 രൂപത്തിലാണ്. ഒന്ന്, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വീകരിക്കപ്പെടുന്ന മസായിലുകൾ. അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള മസ്അലകൾ. ആ മസ്അലകളിൽ യാതൊരു കാരണവശാലും എതിർഭാഗത്തുള്ള ആളുകളെ കുറിച്ച് അവർ ബിദ്അത്തിന്റെ ആളുകളാണെന്നോ അവർ വഴികേടിലാണെന്നോ പറയാൻ പാടില്ല.
അവർ ഇപ്പൊ ഉദാഹരണത്തിന് നിസ്കാരത്തിൽ എവിടെ കൈകെട്ടണമെന്ന് മസ്അല, അത് നെഞ്ചിന് മുകളിലാണോ താഴെയാണോ പൊക്കിളിന് താഴെയാണോ, ഇത്തരത്തിലുള്ള മസായിലുകൾ അത് ഇജ്തിഹാദിയായ മസായിലുകളാണ്. അതുപോലെ തന്നെ ഇഅ്തിദാലിലെത്തിയാൽ കൈകെട്ടണോ വേണ്ടയോ എന്ന രൂപത്തിലുള്ള മസായിലുകൾ. ഇങ്ങനെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അംഗീകരിച്ചിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. രണ്ടാമത്തെ അഭിപ്രായ വ്യത്യാസം എന്താണ്? അതിൽ ഒന്നാണ് ശരിയായിട്ടുള്ളത്, ഒന്നാണ് ശരി, മറ്റേത് തെറ്റാണ്. അത് രണ്ടും സ്വീകരിക്കാമെന്നല്ല, മറിച്ച് ഏതെങ്കിലും ഒന്നാണ് ശരി. ഉദാഹരണത്തിന് അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ അശാഇറകൾ പറയുന്നത് പോലെ എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല, മറിച്ച് അള്ളാഹുവിന് വന്നിരിക്കുന്ന 7 സിഫത്തുകളാണ് അംഗീകരിക്കാൻ പറ്റുക എന്നവർ പറയുമ്പോൾ, അല്ലെങ്കിൽ അസ്മാഉകളാണ് അംഗീകരിക്കാൻ പറ്റുക എന്നവർ പറയുമ്പോൾ അവിടെ എന്ത് പറയും? അവരുടെ വാദം തെറ്റാണ്. അതല്ലാതെ ഇജ്തിഹാദിയായി അവർക്ക് വന്നിരിക്കുന്ന പിഴവാണ് എന്ന് പറയില്ല. അവിടെ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയും. എന്നാൽ ഇജ്തിഹാദിയായ വിഷയങ്ങളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ അനുവദിക്കപ്പെടുക അൽ മുബാഹസതു ബിൽ ഹുജജിൽ ഇൽമിയ, വൈജ്ഞാനികമായ തെളിവുകൾ വെച്ചുകൊണ്ട് ഇന്നതാണ് ശരി, ഇന്നതാണ് തെളിവുകളോട് കൂടുതൽ യോജിച്ചത് എന്ന് പറയുകയാണ് അത്തരത്തിലുള്ള മസായിലുകളിൽ നാം ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, കൈകൾ കൊണ്ടാണ് ദിക്റുകൾ ചൊല്ലേണ്ടത്. അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി യഅഖിദുഹാ ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ ഉപയോഗിച്ചുകൊണ്ട് ദിക്റുകൾക്ക് എണ്ണം പിടിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ കൈ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ ചൊല്ലിയത്. അപ്പോൾ പ്രവാചകന്റെ ഹദീ എന്താണ്? കൈ കൊണ്ട് ദിക്ർ ചൊല്ലുക. തയ്യിബ്, ഇനി കൈകൊണ്ട് ദിക്ർ ചൊല്ലുമ്പോൾ 2 കൈകളും ഉപയോഗിക്കാമോ? അതല്ല, ഒരു കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണോ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ്. ചില പണ്ഡിതന്മാർ പറയുന്നു വലത് കൈകൊണ്ട് മാത്രമേ ദിക്ർ ചൊല്ലാവൂ. അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, അതിനുശേഷം ഇടത് കൈ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഒരു പറ്റം പണ്ഡിതന്മാരുടെ അഭിപ്രായം. സമീപകാലം ജീവിച്ചവരിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ആ അഭിപ്രായം പറഞ്ഞവരാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു കൈയിൽ മാത്രമല്ല 2 കൈകളും ഉപയോഗിച്ചുകൊണ്ടാണ് ദിക്റുകൾ ചൊല്ലേണ്ടത്. 2 കൈകളും ഉപയോഗിച്ചുകൊണ്ടാണ് ദിക്റുകൾ ചൊല്ലേണ്ടത്. അത് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമാണ്. മാലിക്കി മദ്ഹബിലെ അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിലെ അനേകം ഉലമാക്കൾ ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സമീപകാലം ജീവിച്ചവരിൽ ബക്കർ അബൂ സൈദ് റഹിമഹുള്ളയുടെ അഭിപ്രായം അതാണ്. അദ്ദേഹം പറയുന്നു 2 കൈകൾ കൊണ്ടാണ് തസ്ബീഹ് പറയേണ്ടത്. അതിന്റെ രൂപം എങ്ങനെയാ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വിശദീകരിക്കുന്നത് പോലെ 2 കരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട അമലുകളാണെങ്കിൽ വലതുകൊണ്ട് തുടങ്ങുക. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, അതിനുശേഷം ഇടത് കൈയിൽ സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പൂർത്തീകരിക്കുക. അതാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ലജ്നത്തുദ് ദാഇമയുടെ പണ്ഡിതന്മാർ പറയുന്നു വലത് കൈയാണ് ഏറ്റവും ഉത്തമം, ഇടത് കൈയിൽ ദിക്റുകൾ ചൊല്ലുന്നതിൽ പ്രശ്നമില്ല. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തിന്റെ ഹദീസാണ് ഈ വിഷയത്തിൽ പ്രധാനമായി വന്നിട്ടുള്ളത്. ശരിക്കും മനസ്സിലാക്കണം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് അദ്കാറുകൾക്ക് എണ്ണം പിടിക്കുന്നതായി ഞാൻ കണ്ടു. ഇതാണ് അദ്ദേഹത്തിന്റെ ഹദീസ്. ഈ ഹദീസ് ഉദ്ധരിച്ച അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസും അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന താബിഈങ്ങൾ അല്ലെങ്കിൽ താബിഈ, അവരിൽ നിന്ന് ഉദ്ധരിച്ച തബഉ താബിഈ, ഇവരൊക്കെ ആ ഹദീസ് ഉദ്ധരിച്ചത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് ദിക്ർ ചൊല്ലുന്നതായി കണ്ടു. അതിൽ ഒരു റാവി മുഹമ്മദ് ബിൻ ഖുദാമ എന്ന് പറയുന്ന റാവി ആ ഹദീസ് ഉദ്ധരിച്ചത് എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നതായി ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നതായി കണ്ടു. ഇതാണ് വലത് കൈകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന പണ്ഡിതന്മാർ തെളിവായി പറയുന്നത്. പക്ഷെ അല്ലാഹു അലം, ഈ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസിൽ നിന്ന് വന്നതുകൊണ്ട് ഒരൊറ്റ സഹാബിയാണ് ഹദീസ് ഉദ്ധരിച്ചത്. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ചില വിദ്യാർത്ഥികൾക്കറിയാം, ഇൽമുൽ ഹദീസിൽ ഒരു ഹദീസ് ഒന്നിലധികം രൂപത്തിൽ വരികയും ആ ഹദീസ് എല്ലാം ഒരൊറ്റ സഹാബിയിൽ നിന്നാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വജ്ഹായിരിക്കും, ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്നതായിരിക്കും ശരിയായത്. ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ ശർഹുൽ ഇലലിൽ സൂചിപ്പിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഉലമാക്കൾ, താബിഈങ്ങൾ അല്ലെങ്കിൽ തബഉ താബിഈങ്ങൾ, അങ്ങനെ അനേകം ആളുകളിൽ നിന്ന് വന്ന റിവായത്തുകളിൽ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് എണ്ണം പിടിക്കുന്നതായി ഞാൻ കണ്ടു. വലത് ഭാഗം എന്ന് വന്നിരിക്കുന്ന റിവായത്ത് അത് ദുർബലമാണ്. വലത് ഭാഗം എന്ന് വന്നിരിക്കുന്ന റിവായത്ത് ദുർബലമാണ്. അതുകൊണ്ട് അല്ലാഹു അലം 2 കൈകൾ കൊണ്ട് ദിക്റുകൾ പറയുക എന്നുള്ളതാണ് ധാരാളം പണ്ഡിതന്മാർ പറയുന്ന വീക്ഷണം. 2 കൈകൾ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ദിക്റുകൾ പറയാം. ഇനി ഒരു വ്യക്തി ലജ്നത്തുദ് ദാഇമ മറ്റും ഫത്വ നൽകിയതുപോലെ
വലത് കൈയിൽ മാത്രം ഒതുക്കിയാൽ അല്ലെങ്കിൽ വലത് കൈ അതിന് മാത്രം മുൻഗണന നൽകിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷെ ഏറ്റവും ഹക്കിനോട് യോജിച്ചത് അല്ലാഹു അലം രണ്ട് കൈകൾ കൊണ്ട് ദിക്റുകൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് 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 അതിനുശേഷം ഇടത് കൈ ഉപയോഗിച്ചുകൊണ്ടും അത്തരത്തിൽ അദ്കാറുകൾ പറയുക എന്നുള്ളതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷെ ഇവിടെയൊക്കെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇജ്തിഹാദിയായ മസായിലുകളാണ്. അതിൽ ആരെങ്കിലും എതിരായി ചെയ്താൽ അവരെ എതിർക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് വകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, ദിക്റുകൾ പറയുമ്പോൾ നാം പറഞ്ഞു ഏറ്റവും നല്ലത് എന്താണ്? വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കലാണ്. ഇനി ഒരു വ്യക്തി തസ്ബീഹ് മാല ഉപയോഗിച്ചുകൊണ്ട് എണ്ണം പിടിക്കുന്നു, അല്ലെങ്കിൽ എണ്ണാൻ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. തസ്ബീഹ് മാലയെ കുറിച്ച് ചില പണ്ഡിതന്മാർ അത് ബിദ്അത്തുകാരോടുള്ള സാദൃശ്യമാണ്, അതുകൊണ്ട് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ എണ്ണം പിടിക്കാൻ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പറയുന്നത് ഒരു വ്യക്തി എണ്ണം പിടിക്കാൻ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുകയാണ്, അത് തന്നെ ഒരു ഇബാദത്താണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ആ ഉപയോഗിക്കുന്ന വസ്തു ഇബാദത്താണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ബിദ്അത്തിൽ പെടില്ല എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. ഇസ്ഹാഖ് ബിൻ മൻസൂർ അൽ കൗസജ് അദ്ദേഹത്തിന്റെ മസായിലിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചതായി കാണാം, ഒരു വ്യക്തി ദിക്റുകൾ പറയുമ്പോൾ അതിൽ എണ്ണം പിടിക്കാൻ ഇത്തരത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറയും സഅദ് ബിൻ അബി വഖാസും റളിയല്ലാഹു അൻഹുമ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇസ്ഹാഖ് ബിൻ മൻസൂർ അൽ കൗസജിന്റെ മസായിലുകളിൽ കാണാം. അതേ ചോദ്യം അദ്ദേഹം ഇമാം ഇസ്ഹാഖ് ബിൻ റാഹോയോടും ചോദിച്ചു. അദ്ദേഹവും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. അപ്പോൾ ഇമാം അഹ്മദ്, ഇമാം ഇസ്ഹാഖ് എന്ന് പറയുന്ന കിബാറുകളായ അഹ്ലുസുന്നയുടെ ഇമാമീങ്ങൾ, ഹദീസിലും ഫിഖ്ഹിലും ഇമാമത്തുള്ള ഈ പണ്ഡിതന്മാർ, അവരോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അബൂ ഹുറൈറയും സഅദ് ബിൻ അബി വഖാസും റളിയല്ലാഹു അൻഹുമ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എണ്ണം തിട്ടപ്പെടാൻ വേണ്ടി മാത്രം അത്തരത്തിൽ വല്ല വസ്തുക്കളും ഉപയോഗിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് അത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ് എതിർക്കുന്ന ഒരു പ്രവണത ചില സഹോദരങ്ങളിലുണ്ട്. അത് ശരിയല്ല. മറിച്ച് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തസ്ബീഹ് പറഞ്ഞത്. അവിടുന്ന് അത്തരത്തിലാണ് അദ്കാറുകൾക്ക് ഉപയോഗിച്ചത്. അതാണ് ഏറ്റവും നല്ല മാർഗം. പക്ഷേ സഹാബത്തിന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് ആരെങ്കിലും അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് തെറ്റല്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അദ്കാറുകളിൽ ശ്രദ്ധ പലപ്പോഴും കുറവാണ്. എന്നാൽ മുൻഗാമികളായ ആളുകൾ, ഇപ്പോൾ ഇമാം ഇസ്ഹാഖ് ബിൻ റാഹോയെയും അഹ്മദ് ബിൻ ഹംബലും ഉദാഹരണമായി പറഞ്ഞത് ആരെയാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 12,000 തസ്ബീഹുകൾ പറയാറുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 12,000 തസ്ബീഹുകൾ പറയാറുണ്ട്. ഈ മസ്അല വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് റയ്യസ് ഹഫിളഹുല്ലാ പറഞ്ഞു, ഈ മസ്അല അല്ലെങ്കിൽ ഈ അസറിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം എണ്ണം തിട്ടപ്പെടുത്താൻ അത്തരത്തിൽ വല്ല വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ 12,000 തസ്ബീഹുകൾ പറയാൻ ഒരുപക്ഷെ വിരലുകൾ കൊണ്ട് എണ്ണിയാൽ എളുപ്പമാകണമെന്നില്ല. എന്നിരുന്നാലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും സഅദ് ബിൻ അബി വഖാസും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇമാം അഹ്മദും ഇമാം ഇസ്ഹാഖ് ബിൻ റാഹോയയും ഫത്വ കൊടുത്തതായി ഇസ്ഹാഖ് ബിൻ മൻസൂർ അൽ കൗസജിന്റെ ഫതാവകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, തസ്ബീഹ് മാല ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വല്ല വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ ഇത് തന്നെ ഒരു ഇബാദത്താണ്. അത് ഇബാദത്താണ് എന്ന് പറഞ്ഞ ആളുകളെ അതിലേക്ക് ക്ഷണിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ, അല്ലെങ്കിൽ ഇതെന്തോ പുണ്യപ്രവർത്തനമാണ്, അത് ഉപയോഗിക്കാത്തവൻ മോശമായ കാര്യമാണ് ചെയ്യുന്നത് എന്ന രൂപത്തിൽ ഒരു വ്യക്തി പെരുമാറിയാൽ അത് ബിദ്അത്താണ്, അത് എതിർക്കപ്പെടേണ്ടതാണ്. അതല്ലാതെ കേവലം എണ്ണം തിട്ടപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു വ്യക്തി അത്തരത്തിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് എതിർക്കപ്പെടുന്ന ഒരു കാര്യമല്ല. മറിച്ച് ധാരാളം പണ്ഡിതന്മാർ ഈ പറഞ്ഞതുപോലെ, ഞാൻ ആവർത്തിച്ചു പറയുന്നത് ചില ആളുകൾക്ക് ആ വിഷയത്തിൽ സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇമാം അഹ്മദും ഇസ്ഹാഖ് ബിൻ റാഹോയെയും അബൂ ഹുറൈറ, സഅദ് ബിൻ അബി വഖാസ് എന്നീ സഹാബികളുടെ പ്രവർത്തനം തെളിവ് പിടിച്ചുകൊണ്ട് അത് അനുവദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനത്തിൽ പണ്ഡിതന്മാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വ്യക്തി പതിവായി ചില അദ്കാറുകൾ ചൊല്ലാൻ വേണ്ടി
അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്, ഞാൻ ഇനി എല്ലാ ദിവസവും 100 തവണ സ്വലാത്ത് പറയും, അല്ലെങ്കിൽ എല്ലാ ദിവസവും 100 തവണ ഞാൻ ഇസ്തിഗ്ഫാർ പറയും. ഇസ്തിഗ്ഫാർ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ദിക്ർ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനി മുതൽ ഞാൻ ഇത്ര എണ്ണം അത് പറയും എന്നൊരു വ്യക്തി തീരുമാനിച്ചു. ആളുകളെ ഈ എണ്ണം പ്രത്യേകമായ എണ്ണത്തിന് ഫضലുണ്ട് എന്ന വിശ്വാസം അദ്ദേഹത്തിനില്ല. ആളുകളെ ആ എണ്ണത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് ഒരു വ്യക്തത ഉണ്ടാകാൻ, അല്ലെങ്കിൽ എപ്പോഴും മുടങ്ങാതെ പതിവായി അദ്ദേഹം അത് ചെയ്തു വരാൻ അദ്ദേഹം അത്തരത്തിൽ ഒരു എണ്ണം അദ്ദേഹമായി ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് എങ്കിൽ അത് എതിർക്കപ്പെടുന്ന കാര്യമല്ല, അത് ബിദ്അത്തല്ല. മനസ്സിലായോ? എന്നാൽ ശർഅ് നിശ്ചയിച്ചിരിക്കുന്ന എണ്ണമാണെങ്കിൽ, ഉദാഹരണത്തിന് നിസ്കാരശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, ഇത്തരത്തിൽ ശർഅ് നിശ്ചയിച്ചിരിക്കുന്ന എണ്ണമാണെങ്കിൽ അതിൽ നമ്മുടെ വക എന്ത് ചെയ്യാൻ പാടില്ല, വർദ്ധിപ്പിക്കാൻ പാടില്ല. അതല്ലാതെ പൊതുവായ സമയങ്ങളിൽ ഒരു വ്യക്തി തീരുമാനിക്കുകയാണ്, ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയം അസർ കഴിഞ്ഞിട്ടാണ്, അപ്പൊ എല്ലാ ദിവസവും അസറിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ദിക്റുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് എങ്കിൽ അതൊരിക്കലും വിമർശിക്കപ്പെടുന്ന കാര്യമല്ല. പക്ഷേ ആ ഒരു പ്രവർത്തനം, ഉദാഹരണത്തിന് 1000 തവണ സ്വലാത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം, ഈ 1000 എന്ന എണ്ണത്തിൽ അദ്ദേഹം എന്തെങ്കിലും മഹത്വം വിശ്വസിക്കുകയാണെങ്കിൽ അത് ബിദ്അത്താകും. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് എങ്കിൽ അത് ബിദ്അത്താകും. അതല്ലാതെ എണ്ണം തിട്ടപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്താകുന്ന പ്രവർത്തനമല്ല. നമ്മുടെ മുൻഗാമികളായ പല ഉലമാക്കളും അങ്ങനെയാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഷെയ്ഖ് സഅദ് ബിൻ അതീഖ് റഹിമഹുല്ലാഹ്, അദ്ദേഹം സൗദിയിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഔറാദുകൾ ഉണ്ടായിരുന്നു. സ്ഥിരമായി അദ്ദേഹം മുടങ്ങാതെ ചെയ്തു വരുന്ന ഔറാദുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് മലിക് അബ്ദുൽ അസീസ് രാജാവിന് അത്തരത്തിൽ ജീവിതത്തിൽ എപ്പോഴും ചെയ്യണമെന്ന് പറഞ്ഞ് ചില ഔറാദുകൾ എഴുതി നൽകിയതായി, പിന്നീട് മലിക് അബ്ദുൽ അസീസിന്റെ പേരിൽ തന്നെ ആ അദ്കാറുകളും ഔറാദുകളും പ്രശസ്തമായിരുന്നു എന്നും ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറയുന്നതായും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നാം മനസ്സിലാക്കുക. ദിക്റുകൾ നാം നമുക്ക് വേണ്ടി ഒരു നിശ്ചിത എണ്ണം നിശ്ചയിക്കുകയും അത് മുടങ്ങാതിരിക്കാൻ പതിവായി നാം ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതൊരിക്കലും ബിദ്അത്തുകളിൽ പെട്ടതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 12,000, ചില റിവായത്തുകളിൽ 10,000 തസ്ബീഹുകൾ പറയാറുള്ളതായി ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിരലുകൾ കൊണ്ട് നാം ദിക്ർ പറയുന്ന സമയം, ഇപ്പൊ നിസ്കാരശേഷമാകട്ടെ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലാകട്ടെ, വിരലുകൾ കൊണ്ട് നാം ദിക്ർ പറയുമ്പോൾ എങ്ങനെയാണ് നാം എണ്ണം പിടിക്കേണ്ടത്? ഇപ്പൊ ചില ആളുകൾ ഒരു വിരലിൽ 3 ദിക്ർ എന്ന രൂപത്തിൽ സുബ്ഹാനല്ലാഹ് 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 എന്ന എണ്ണം പിടിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വിരലിന്റെ മുകൾ ഭാഗം തൊട്ട് അത്റാഫുൽ അനാമിൽ, വിരലിന്റെ മുകൾ ഭാഗം തൊട്ടുകൊണ്ട് ദിക്ർ പറയുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയുന്നവർ. വേറെ ചില ആളുകൾ വിരലുകൾ മടക്കിക്കൊണ്ട് ദിക്ർ പറയും. അഥവാ ഒരു വിരലിൽ ഒരു ദിക്ർ തന്നെ, പക്ഷെ വിരലുകൾ മടക്കിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന രൂപത്തിൽ ദിക്ർ പറയുന്ന ആളുകൾ. ഈ 3 അഭിപ്രായമാണ് പണ്ഡിതന്മാർക്കിടയിൽ പൊതുവായി ഉള്ളത് എന്ന് ഇബ്നു അല്ലാൻ അദ്ദേഹത്തിന്റെ കിതാബുൽ അദ്കാറിന്റെ ഷർഹിൽ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള 3 അഭിപ്രായങ്ങൾ. ഒന്ന്, വിരലുകളുടെ ഈ മടക്കുകൾക്കനുസരിച്ച് പറയുക, അഥവാ ഒരു വിരലിൽ 3 ദിക്ർ എന്നുള്ളത്. രണ്ടാമത്തേത്, വിരലുകളുടെ മുകൾ ഭാഗം തൊട്ടുകൊണ്ട് ഓരോരോ ദിക്ർ. മൂന്നാമത്തെ രൂപം, വിരലുകൾ മടക്കിക്കൊണ്ട് ദിക്ർ പറയുന്നത്. ഈ 3 രൂപമാണ് പണ്ഡിതന്മാർക്കിടയിൽ വന്നിരിക്കുന്ന അഭിപ്രായം. അതിലേറ്റവും ശരിയായ അഭിപ്രായം, അല്ലാഹു അലം, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. എന്താണ് അഖദ്? ഇങ്ങനെ വിരലുകൾ മടക്കുക എന്നുള്ളത്. ഒരു വിരലിൽ ഒരു ദിക്ർ എന്ന രൂപത്തിൽ സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ മടക്കുന്നതിനാണ് എന്ത് പറയുക? അഖദ് എന്ന് പറയുക. അതാണ് അബ്ദുല്ലാഹ് ബിൻ അംർ ഇബ്ൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിരിക്കുന്നത്. വേറെ ചില റിവായത്തിൽ അല്ലെങ്കിൽ വേറെ ചില ഹദീസുകളിൽ, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാമിലിൽ ദിക്ർ ചെയ്യാൻ പറഞ്ഞത്. അനാമിൽ എന്ന് പറഞ്ഞാൽ വിരലുകളുടെ അറ്റം, അഥവാ വിരലുകളെ അറ്റം തൊട്ടുകൊണ്ട് ദിക്ർ പറയുക, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആ ഹദീസിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ആ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞു. കാരണം അതിന്റെ സനദുകളിൽ മജ്ഹൂലായ റാവിമാരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ഹദീസ് സ്വീകാര്യമാണെന്ന് പറയുന്നു. അവരുടെ ആശയമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നതിലും തെറ്റില്ല. അതുകൊണ്ട് അല്ലാഹു അലം, ഏറ്റവും ശരിയായത്, ഏറ്റവും നല്ലത് ഒരു വിരലിൽ ഒരു ദിക്ർ എന്ന രൂപത്തിൽ വിരലുകൾ മടക്കിക്കൊണ്ട് ചെയ്യലാണ്. വിരലുകൾ മടക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ മാർഗം. അതാണ് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടത്. അടുത്തൊരു മസ്അല, ബാറകല്ലാഹു ഫീക്കും,
ഇപ്പൊ നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തിലുള്ള അദ്കാറുകളുണ്ട്. രാവിലെയുള്ള ദിക്റുകൾ, വൈകുന്നേരമുള്ള ദിക്റുകൾ. ഈ ദിക്റുകൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്. ആ സമയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കാം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്, നിങ്ങൾക്കറിയായിരിക്കാം. ഈ ദിക്ർ അതിന്റെ സമയത്തെ തൊട്ട് ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് ഖളാ വീട്ടാമോ? ഇപ്പൊ രാവിലെ പറയേണ്ട ദിക്ർ ഒരു വ്യക്തി മറന്നുപോയി, അതിന്റെ സമയം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അങ്ങനെയാണെങ്കിൽ ഖളാ വീട്ടാമോ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ആദ്യമായി ഖളാ വീട്ടാം എന്ന് പറഞ്ഞത് നവവി റഹിമഹുല്ലയാണ്. ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലയാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ അദ്കാറിൽ അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ചുപോയ സലഫുകളായ പണ്ഡിതന്മാരാരും ഈ വിഷയത്തിൽ ഖളാ വീട്ടാം എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ചുപോയ മുൻഗാമികളായ നമ്മുടെ ഉലമാക്കൾ അദ്കാറുകൾ ഖളാ വീട്ടാം എന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കിടയിലും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മസായിലുകൾ ഉണ്ടാകും. എന്നിട്ടും അവരത് പറയാത്തതുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ അസീസ് റയ്യസ് ഹഫിളഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നു, ആദ്യമായി പറഞ്ഞത് നവവിയാണ്, അതുകൊണ്ട് ആ അഭിപ്രായം മർജൂഹാണ്, അത് സ്വീകരിക്കപ്പെടുന്നതല്ല. മറിച്ച് സ്ഥിരമായി ഒരു വ്യക്തി ഒരു അമല് ചെയ്യുകയും അത് അഥവാ അദ്ദേഹത്തിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇദാ മരിദൽ അബ്ദു ഔ സാഫർ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹ. ഒരടിമ യാത്ര ചെയ്ത കാരണത്താൽ അല്ലെങ്കിൽ രോഗിയായ കാരണത്താൽ നിരന്തരമായി ചെയ്യുന്ന വല്ല കർമ്മങ്ങളും ഒഴിവായി പോയാൽ അദ്ദേഹത്തിന് അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകുമെന്ന രൂപത്തിൽ മറന്നുപോയാൽ അതിന് പകരമായി അള്ളാഹു നൽകും എന്ന് പ്രതീക്ഷിക്കാമെന്നല്ലാതെ അത് ഖളാ വീട്ടുന്ന ഒരു രീതിയില്ല എന്ന് ഷെയ്ഖ് അബ്ദുൽ അസീസ് റയ്യസ് ഹഫിളഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ തർജീഹ് ചെയ്യുന്നു. ഇതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെയും അഭിപ്രായം. അദ്ദേഹത്തോട് അദ്കാറുകൾ സമയം തെറ്റിപ്പോയാൽ, ഇപ്പൊ രാവിലെ ചെയ്യേണ്ട ദിക്ർ നമ്മൾ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ഖളാ വീട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഖളാ വീട്ടേണ്ടതില്ല, കാരണം അതിന്റെ സമയം നഷ്ടപ്പെട്ടു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഷെയ്ഖ് പറഞ്ഞു, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, പൊതുവെയുള്ള സമയങ്ങളിൽ അദ്കാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആ ദിക്റുകൾ ഖളാ വീട്ടുന്ന രീതിയില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയും പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഫത്വകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു മസ്അല സഹോദരങ്ങളെ, നാം ദിക്റുകൾ എന്ന് പറയുമ്പോൾ ശർഇൽ അതിന് രണ്ട് ഉപയോഗങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഖുർആനിന്റെ ചില ആയത്തുകൾ വായിക്കുമ്പോൾ അതിൽ ദിക്ർ എന്ന പദം കാണാം. അവിടെയുള്ള ഉദ്ദേശം എന്താണ്? ഖുർആനിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ സംസാരങ്ങളിലും മറ്റും സദഖയെക്കുറിച്ചും സകാത്തിനെ കുറിച്ചുമൊക്കെ ദിക്ർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ദിക്ർ എന്ന പദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, പൊതുവായ ദീനിന്റെ ഏത് കാര്യത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ട്. ഇപ്പൊ സകാത്ത് ഒരു വ്യക്തി കൊടുക്കുമ്പോൾ ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് കൊടുക്കുന്നത്, അവൻ റബ്ബിനെ ഓർക്കുന്നു. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, അവൻ അള്ളാഹുവിനെ ഓർക്കുന്നു. ഇങ്ങനെ ഏത് കർമ്മങ്ങളിലും ദിക്ർ ഉള്ളടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത് നമ്മൾ പൊതുവെ പറയാറുള്ള ദിക്ർ കൊണ്ടുള്ള ചെറിയൊരു ഉദ്ദേശം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത്തരത്തിൽ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യം, അതിനാണ് ദിക്ർ എന്ന് രണ്ടാമത്തൊരു ഉപയോഗം. അതാണ് നമ്മുടെ ഈ മസായിലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സംസാരങ്ങളിൽ പ്രധാനമായും നാം ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു മസ്അല, ബാറക്കല്ലാഹു ഫീക്കും, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാണ്? ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലയും അതുപോലെ തന്നെ ഇബ്നു ഹജറും ഇജ്മാ ഉദ്ധരിക്കുന്നതായി കാണാം. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആനാണ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഇപ്പൊ ഖുർആൻ പാരായണം പോലെ ഏറ്റവും അഫ്ളലായ മറ്റൊരു ദിക്റുമില്ല. ഖുർആൻ പാരായണം പോലെ അഫ്ളലായ മറ്റൊരു ദിക്റുമില്ല. അല്ലാഹു പറയുന്നു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, ഞാൻ താങ്കൾക്ക് ദിക്ർ അവതരിപ്പിച്ചു. എന്താണ് ആ ദിക്ർ? പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അള്ളാഹു ഖുർആനിനെ വിശേഷിപ്പിച്ച വസ്ഫ് എന്താണ്? ദിക്ർ എന്നാണ്. അപ്പോൾ ഏറ്റവും അഫ്ളലായ ദിക്ർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഇവിടെ നാം ചിന്തിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രമാത്രം ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ. അൽഹംദുലില്ലാഹ്, ഇവിടെയുള്ള അധിക വിദ്യാർത്ഥികളും ഖുർആൻ പഠിക്കുന്നവരാണ്. എന്റെ സംസാരം കേൾക്കുന്ന സാധാരണക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നാം ഖുർആന്റെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ കാണിക്കാറുണ്ട്? ഖുർആൻ ഓതുക, അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുക, ഖുർആൻ ഹിഫ്ള് ചെയ്യുക, ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക, ഖുർആൻ കേൾക്കുക. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം അധ്യാപനങ്ങളുണ്ട്. സമയത്തിന്റെ പരിമിതി കാരണം അതൊക്കെ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇന്ന് പല ആളുകളും ഖുർആൻ ഓതുന്ന വിഷയം ശ്രദ്ധിക്കാറുണ്ട് കുറച്ചൊക്കെ, പക്ഷേ ഖുർആൻ കേൾക്കുന്ന വിഷയത്തിൽ പലരും അലസരാണ്. ഖുർആൻ കേൾക്കുക എന്നുള്ളത് ഇബാദത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇഖ്റഅ അലയ്യൽ ഖുർആൻ, എനിക്ക് താങ്കൾ ഖുർആൻ ഓതി കേൾപ്പിച്ചു തരിക.
ഈ സമയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അഖറഉ അലൈക വഅലൈക ഉൻസിൽ, താങ്കൾക്കല്ലേ പ്രവാചകരെ ഖുർആൻ അവതരിക്കപ്പെട്ടത്, എന്തിനാണ് ഞാൻ താങ്കൾക്ക് ഓതി തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഈ സമയം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാഇന്റെ വചനങ്ങൾ ഓതി തുടങ്ങി. അങ്ങനെ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ എന്ന് പറയുന്ന പരലോകത്തെ പരാമർശിക്കുന്ന ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് ഓത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്നു മസ്ഊദ് പറയാണ്, ഞാൻ ഓതുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം നോക്കാതെയാണ് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഓത്ത് മതിയാക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പ്രവാചകനെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയായിരുന്നു. സഹോദരങ്ങളെ, ഒരു തവണയെങ്കിലും ഖുർആനിന്റെ വാക്കുകൾ കേട്ട്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പുറത്തേക്ക് വന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ സംസാരം, സഹാബത്തിനെ ഏറ്റവും വൃത്തികെട്ട ജീവിത ശൈലിയിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടരായ ജനവിഭാഗമായി മാറ്റിയ പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ നമ്മുടെ മനസ്സുകളിൽ ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല എങ്കിൽ, ഈ ഖുർആൻ മുഖേന ഒരു മാറ്റവും നമുക്കുണ്ടായിട്ടില്ല എങ്കിൽ, മാലിക് ബിൻ അനസ് റഹിമഹുല്ല പറഞ്ഞതുപോലെ മുൻഗാമികളെ നന്നാക്കിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ പിന്നെ എന്ത് മാറ്റമാണ്? അല്ലെങ്കിൽ ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ എന്ത് മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു പ്രദേശത്ത് ഒരു വ്യക്തിയെ അമീറായി നിശ്ചയിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു യാത്ര പോയി. അസ്വാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു യാത്ര പോയപ്പോൾ അവിടെ ആ ഗവർണറെ, അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്ന ആ ഭരണാധികാരി ആ നാട്ടിൽ വെച്ച് കണ്ടു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് ചോദിച്ചു, ഞാൻ താങ്കളെ ഇന്ന പ്രദേശത്ത് ഗവർണറായി വെച്ചിരിക്കുകയാണ്, ഇപ്പോഴിതാ താങ്കൾ ഇവിടെ, ആ നാട്ടിൽ ഗവർണറായി താങ്കൾ ആരെയാണ് പകരക്കാരനായി വെച്ചിരിക്കുന്നത്? ആ വ്യക്തി പറഞ്ഞു, ഇബ്നു അബ്സ, ഞാൻ ഇബ്നു അബ്സയാണ് അവിടെ പകരക്കാരനായി വെച്ചിരിക്കുന്നത്. മഹാനായ ഉമർ ചോദിച്ചു, മൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ? ഉമറിന് അറിയില്ലായിരുന്നു. ഈ സമയം ആ വ്യക്തി പറഞ്ഞു, വഹുവ ഹാഫിദുൽ ലികിതാബില്ലാഹ്, അദ്ദേഹം അല്ലാഹുവിന്റെ കിതാബിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കുന്നവരാണ്, അത് മനഃപ്പാഠമാക്കിയവനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിനുശേഷം ആ വ്യക്തി പറഞ്ഞു, മൗലം മിൻ മവാലീന, നമ്മുടെ കൂട്ടത്തിലുള്ള അടിമകളിലുള്ള ഒരു അടിമയാണവൻ, എന്റെ കീഴിലുള്ള അടിമകളിൽപ്പെട്ട ഒരു അടിമയാണവൻ, പക്ഷെ അവൻ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ, പരിശുദ്ധ ഖുർആൻ മുഖേന അല്ലാഹു ചിലരെ ഉയർത്തും, ചിലരെ ആളുകളെ ഇകഴ്ത്തി കളയും. രണ്ടാലൊരു വിഭാഗം. നാം ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, ഇത്രയും മഹത്വമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിക്ർ ഖുർആൻ, അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അള്ളാഹു പറഞ്ഞ അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞ ഈ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും? ഖുർആൻ നമ്മളെ ഉയർത്തിയോ അതല്ല ഖുർആൻ നമ്മളെ ഇകഴ്ത്തിയോ? ഇകഴ്ത്തിയെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്താ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വഖാല റസൂലു യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അവസാന നാളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ കാണിച്ചുകൊണ്ട് പറയും, റബ്ബേ, ഇവരൊക്കെ ഖുർആൻ ഉപേക്ഷിച്ചവരാണ്. ഈ ഖുർആൻ നമുക്കെതിരിൽ സാക്ഷിയായി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, ഈ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശകനായി എത്താതിരുന്നാൽ, സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഖുർആൻ നമുക്കെതിരിൽ സാക്ഷി പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് വിജയിക്കുക? അതുകൊണ്ട് ഏറ്റവും വലിയ ദിക്ർ അത് പരിശുദ്ധ ഖുർആനാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു ഇൽമിനായി മാത്രം കേട്ടൊതുക്കേണ്ട കാര്യമല്ല. ഖുർആനാണ് ഏറ്റവും നല്ല ദിക്ർ എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പോകേണ്ട ആളുകളല്ല നമ്മൾ. മറിച്ച് ഈ ഖുർആനാണ് ഏറ്റവും നല്ല ദിക്റെങ്കിൽ ഞാൻ നാളെ മുതൽ എന്റെ ജീവിതത്തിൽ ഖുർആനുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കും. ആ ഖുർആനിന്റെ വാഹകരിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, നിശ്ചയമായും ജനങ്ങളുടെ കൂട്ടത്തിൽ. ആരാ ജനങ്ങൾ? നിങ്ങൾ ഓരോരുത്തരും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങളടക്കം, നിങ്ങളൊക്കെ ജനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിന് വേണ്ടപ്പെട്ടവരാണ്. സഹാബികൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ്? അവരുടെ ആ താല്പര്യം, അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരിൽ ഞാനും ഉൾപ്പെടണമെന്ന് അവരുടെ തീരുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. അതുകൊണ്ട് ഇവിടെ ഖുർആൻ പഠിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് ഈ നസീഹത്തുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കുകൾ അവരുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ പഠിക്കുന്ന ഖുർആൻ, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഹിഫ്ള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ,
ഈ ഖുർആനിന്റെ വാഹകർ അവർ അള്ളാഹുവിന്റെ ആളുകളാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുല്ലാഹ്, അവർ അള്ളാഹുവിന്റെ ആളുകളാണെന്ന് മാത്രമല്ല വഖാസ്സതുഹു, അള്ളാഹുവിന് വളരെയധികം വേണ്ടപ്പെട്ടവരാണ് അവർ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വലിയ സ്ഥാനം വഹിക്കുന്ന, ഭൂമിയിൽ തന്നെ ഭൗതിക ജീവിതത്തിൽ വലിയ സ്ഥാനം വഹിക്കുന്ന, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് പറയാണ് ഇന്നവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്തായിരിക്കും? ഇതാരാ പറയുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു പറയുന്നു എനിക്ക് വേണ്ടപ്പെട്ടവരാണ് പരിശുദ്ധ ഖുർആനുമായി ബന്ധമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ ഗൗരവത്തിൽ നാം എടുക്കുന്നില്ല എങ്കിൽ പരലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ പരാജയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഖുർആനാണ് ഏറ്റവും നല്ല ദിക്ർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കുക, ആ ദിക്റിൽ എനിക്കും ഒരു പങ്കുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. നാളെ മുതൽ നിങ്ങൾ ഖുർആനിൽ ഒരു വിറുദ് വയ്ക്കുക. സ്വഹാബത്തിന്റെ ജീവിതം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അധിക സ്വഹാബികളും 7 ദിവസങ്ങളിൽ ഖതം തീർക്കുന്നവരാണ്. ഒരിക്കലും ഒരു സ്വഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ എത്ര ദിവസത്തിലാണ് ഒരു ഖതം തീർക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു 40 ദിവസത്തിൽ. ആ സ്വഹാബി പറഞ്ഞു, എന്തിനാ പ്രവാചകരെ 40 ദിവസം ഒരു ഖതം തീർക്കാൻ? എനിക്കതിനേക്കാളും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 30 ദിവസത്തിൽ. ആ സ്വഹാബി പറഞ്ഞു 30 ദിവസം എന്തിനാണ്? എനിക്ക് അത്ര ആവശ്യമില്ല. ഹദീസിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 20 ദിവസത്തിൽ. ആ സ്വഹാബി വീണ്ടും പറയുന്നു 20ന്റെയും ആവശ്യമില്ല പ്രവാചകരെ. അവിടുന്ന് പറഞ്ഞു 7 ദിവസത്തിൽ. വീണ്ടും സ്വഹാബി പറയുന്നു അതിന്റെ ആവശ്യം എനിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 ദിവസത്തിൽ. വീണ്ടും സ്വഹാബി പറയുന്നു പ്രവാചകരെ 3 ദിവസവും ആവശ്യമില്ല. ഇതേതാ ഖൗം? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ, അവരുടെ പിൻഗാമികളാണെന്ന് നമ്മൾ പറയുന്നത്. ആ സഹാബി പറഞ്ഞു 3 ദിവസം ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3-ൽ കുറഞ്ഞ ദിവസത്തിൽ ഖുർആൻ ഖതം തീർത്താൽ അത് ഗ്രഹിക്കാൻ സാധിക്കണമെന്നില്ല, അതുകൊണ്ട് 3 ദിവസം. എന്തിനാ അവരിങ്ങനെ ചെയ്തത്? അവർക്ക് ദുനിയാവിൽ ഒരു ജോലിയും ഇല്ലാഞ്ഞിട്ടാണോ? നമുക്കുള്ളതുപോലെ അവർക്ക് ഭാര്യയുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ജീവിതമുണ്ട്, അവർക്ക് കുടുംബമുണ്ട്, കച്ചവടമുണ്ട്. അൻസാരികളാണെങ്കിലും മുഹാജിരികളാണെങ്കിലും അവർക്ക് ജീവിതമാർഗമുണ്ട്. എന്നിട്ടും അവരിങ്ങനെ പരിശ്രമിച്ചത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ്. സ്വർഗത്തിലേക്കുള്ള അവരുടെ പരിശ്രമമാണ്. അതേ സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർ ചെയ്യുന്നതിന്റെ 100-ൽ 1 അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നുണ്ടോ? ഒരംശമെങ്കിലും സംസാരിക്കുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന എന്റെ സഹോദരങ്ങളാണെങ്കിലും ഒരു മാറ്റത്തിന് തയ്യാറാകണം. നമ്മുടെ നാവുകളിൽ പരിശുദ്ധ ഖുർആൻ നിരന്തരം വന്നുകൊണ്ടേയിരിക്കണം. ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക, എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഖുർആനിന്റെ വാഹകരായി നമ്മൾ മാറിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആളുകളായി നാം മാറിയാൽ അതിനേക്കാളും വലിയൊരു ശ്രേഷ്ഠത നമുക്ക് വേറെ എന്താ ലഭിക്കാനുള്ളത്? ദുനിയാവിൽ ലഭിക്കുന്ന ഏതൊരു ബഹുമതിയേക്കാളും വലുതാണ് റബ്ബിന്റെ ആളുകളാകാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ദിക്റുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നാം ദിക്ർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാവുക. എന്നാൽ മനസ്സിൽ ആ ചിന്തയില്ലാതെ നാവ് കൊണ്ട് പറഞ്ഞാലും അതിന്റെ പ്രതിഫലം ലഭിക്കും. കാരണം അല്ലാഹു പറഞ്ഞു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നാം ഉച്ചരിക്കുന്ന ഓരോരോ വാക്കുകൾ, അടിമ ഉച്ചരിക്കുന്ന വാക്കുകൾ, അതൊക്കെ റഖീബും അതീദും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതൊന്നുകിൽ അവൻ അനുകൂലമായിരിക്കാം, അല്ലെങ്കിൽ അവന് പ്രതികൂലമായിരിക്കാം. അതുകൊണ്ട് ഒരു ദിക്ർ എപ്പോഴും നമ്മുടെ നാവുകളിൽ നാം കൊണ്ട് നടക്കുക, എപ്പോഴും ദിക്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ദിക്റുകളുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ദിക്റുകൾ ശ്രേഷ്ഠമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽവാബിലു സയ്യിബിൽ പറയുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? ദിക്റുകൾ പറയലാണ്. നമ്മൾ അള്ളാഹുവിനെ ദുആ ചെയ്യുന്നു, അവനോട് ദുആ ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായത് അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം അദ്കാറുകൾ മഹത്വമുള്ളതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, നാം ദിക്ർ പറയുന്നതാണോ അല്ലെങ്കിൽ ദിക്ർ പറഞ്ഞ അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണോ അതല്ല റബ്ബിനോട് ദുആ ചെയ്യുന്നതാണോ കൂടുതൽ മഹത്വമുള്ള കാര്യം? ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന് അൽവാബിലു സയ്യിബിലും ബദാഇഉൽ ഫവായിദിലും പറയുന്നത്, ദുആ ചെയ്യുന്നതിനേക്കാളും മഹത്വം അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. ഒരടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാളും മഹത്വമുള്ള പ്രവർത്തനം അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം തെളിവായി പറയുന്നത്, ഒന്ന് ഇമാം ബുഖാരി മുസ്ലിമും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന നിങ്ങൾക്കറിയാം. പ്രയാസമുണ്ടാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം എന്ന് പറയുന്ന ദിക്റുകൾ. ഇവിടെ എവിടെയും പ്രാർത്ഥനയില്ല.
എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം അനുഭവിക്കുന്നവൻ അത് പറയാൻ വേണ്ടി നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തെളിവായി പറയുന്ന മറ്റൊരു സംഭവം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ദഅവതു ദിന്നൂൻ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ഇദ് ദഅ ബിഹാ വഹുവ ഫീ ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ വയറ്റിലായപ്പോൾ അദ്ദേഹം ദുആ ചെയ്തിരിക്കുന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ശേഷം അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു ലൻ യദ്ഉവ ബിഹാ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ ലഹു. ഏതെങ്കിലും ഒരു അടിമ ഈ വാക്കുകൾ പറയുകയാണെങ്കിൽ, അവന്റെ പ്രയാസങ്ങളിലും മറ്റും ഈ വാക്കുകൾ പറയുകയാണ് എങ്കിൽ അവൻ അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവന്റെ പ്രയാസത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കും. ഇവിടെയും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഇത് പ്രധാനമായും ഇതിലുള്ളത് എന്താണ്? അള്ളാഹുവിനെ പുകഴ്ത്തലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തലാണ്. നേരിട്ടുള്ള പ്രാർത്ഥന അതിലില്ല. ഈ രണ്ട് സംഭവങ്ങളും തെളിവായി പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽവാബിലുസ് സയ്യിബിൽ പറയുന്നു, ഏറ്റവും നല്ലത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഹാഫിദ് അൽ മുനാവി റഹിമഹുല്ലാഹ് പറയുന്നു, രണ്ടും കൂടി ചെയ്യുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പൊതുവെ കാണുന്നത്. അഥവാ ദിക്റും പറയുക, നബി സല്ലല്ലാഹു അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്യുക. ഈ രണ്ട് പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, രണ്ട് കാര്യവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണുന്നത് എന്ന് ഹാഫിദ് അൽ മുനാവി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കൊരു ഫായിദ, ചില ആളുകൾ മനാവി എന്ന് പറയാറുണ്ട്. മനാവി റഹിമഹുല്ലാഹ്, അത് ശരിയല്ല. ശരിയായ പ്രയോഗം മുനാവി എന്നാണ്. ഹാഫിദ് അസ്സുയൂത്തി അദ്ദേഹത്തിന്റെ ലുബ്ബുൽ അൽബാബ് ഫി തഹ്രീരിൽ അൻസാം എന്ന കിതാബിൽ അത് ലബ്ത് ചെയ്യുന്നതായി കാണാം. ഹാഫിദ് അൽ മുനാവി എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. അപ്പോൾ ഏറ്റവും നല്ലതെന്താ? ദിക്റുകൾ, അള്ളാഹുവിനെ സ്തുതിക്കുകയും അതോടൊപ്പം നാം ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രവർത്തനം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ദിക്റുകളുടെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദീനിന്റെ ഒരു ഭാഗമാണ് അദ്കാറുകൾ. ദീനിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദീനിൽ പുതുതായി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ അദ്കാറുകളിലും പ്രവാചകനോ സഹാബത്തോ കാണിച്ചു തരാത്ത ഒരു കാര്യം നമുക്കുണ്ടായിക്കൂടാ. ഇന്ന് ധാരാളം ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, പുതിയ പുതിയ സ്വലാത്തുകൾ, പുതിയ പുതിയ അദ്കാറുകൾ. എന്നിട്ടെന്ത് പറയും? താജുസ് സ്വലാത്ത്, ഇത് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണും. ഈ സ്വലാത്ത് എപ്പോഴാണ് ഉണ്ടാക്കപ്പെട്ടത്? പ്രവാചകൻ മരണപ്പെട്ട് വർഷങ്ങൾക്കിപ്പുറം. അതുപോലെ തന്നെ പുതിയ പുതിയ ഓരോരോ ദിക്ർ കൊണ്ടുവന്ന് ഈ ദിക്ർ പറഞ്ഞാൽ നിനക്ക് പരീക്ഷ എളുപ്പമാകും, ഈ ദിക്ർ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നീങ്ങും, ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടും. ഇത്തരത്തിൽ അദ്കാറുകൾ, പുതിയ പുതിയ ദിക്റുകളും അതിന് പ്രത്യേകമായ എണ്ണങ്ങളും അത് പറയേണ്ട സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽപ്പെട്ടതാണ് അദ്കാറുകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിക്കാത്ത, ദീനിന്റെ മാതൃകയില്ലാത്ത ഒരു വിഷയം ഒരു കാരണവശാലും നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അത് ശർഅ് വളരെ കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, ഒരാൾക്കും പുതുതായി ദിക്റുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള അവകാശമില്ല. ഏതെങ്കിലും ഒരു ദിക്റും സ്വലാത്തും സ്വന്തമായി ഉണ്ടാക്കി ഇത് ദീനിൽ പഠിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയാനുള്ള അവകാശം ഒരു വ്യക്തിക്കുമില്ല എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അദ്കാറുകൾ ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിസ്കാരങ്ങളിലുള്ള അദ്കാറുകൾ, അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ അത് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ചെല്ലുക. അതല്ലാതെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അദ്കാറുകളുടെ ഏതെങ്കിലും ഒരു കിതാബ് എടുത്ത് അത് ചെല്ലുന്നതിന് പകരം, എവിടെയെങ്കിലും വാങ്ങിക്കാൻ ലഭിക്കുന്ന ഒന്നെടുത്ത് പറയുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ അഖീദയിൽ ശ്രദ്ധ കാണിക്കുന്നത് പോലെ തന്നെ അദ്കാറുകളുടെ വിഷയത്തിലും ശ്രദ്ധ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഏതെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്ന അദ്കാറുകൾ പറയുക എന്നുള്ളതല്ല ശർഅ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഈ ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടുന്നതാണ്. ഇമാം ഹാക്കിം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു സംഭവം കാണാം. അദ്ദേഹത്തിന് അരികിൽ ഒരു വ്യക്തി തുമ്മിയതിനു ശേഷം അദ്ദേഹം എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. തുമ്മിയ വ്യക്തി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. ഈ സമയം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, വല്ലാഹി ഇന്നി ല ഉസല്ലി അലാ റസൂലില്ലാഹ്, അല്ലാഹുവേ തന്നെയാണ് സത്യം,
ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സലാത്ത് പറയാറുണ്ട്. ലാകിൻ മാ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ സലാം പറയാൻ, ഇങ്ങനെ സലാത്ത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരുന്നില്ല. അവിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നല്ല വാക്കുകളാണ്. പക്ഷേ നിശ്ചിത സാഹചര്യത്തിൽ ശർഅ് പഠിപ്പിച്ചിരിക്കുന്ന ദിക്റുണ്ടായിരിക്കെ അവിടെ വേറെ ദിക്റുകൾ അല്ലെങ്കിൽ ഒരു ദിക്റിന്റെ കൂടെ നമ്മുടെ വക ദിക്റുകൾ ചേർക്കുക എന്നുള്ളത് ശർഅ് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന വാക്ക് ശർഅ് പഠിപ്പിച്ചതാണ്. തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം. അതിന്റെ കൂടെ ആ വ്യക്തി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എതിർത്തതായി കാണാം. സമാനമായ മറ്റൊരു സംഭവം, നിങ്ങൾക്കൊരു പക്ഷേ ബിദ്അത്തുകാരോട് സംസാരിക്കുമ്പോൾ പുതിയ ദിക്റുകളുമായി വരുന്നവരോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു സംഭവം, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് മസ്ജിദിലിരിക്കെ ഒരു വ്യക്തി കയറി വന്നു. അസറിന് തൊട്ടുമുമ്പുള്ള സമയം, നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് പോലെ ആ സമയം മഗ്രിബിന് തൊട്ടുമുമ്പുള്ള സമയം അത് നിസ്കാരം വിലക്കുള്ള സമയമാണ്. അദ്ദേഹം ആ സമയത്ത് സുന്നത്തുകൾ നിസ്കരിക്കുകയായിരുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സമയം സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. ആ വ്യക്തി ചോദിച്ചു, ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? ഇന്ന് ചില ബിദ്അത്തിന്റെ ആളുകൾ പുതിയ അദ്കാറുകളും പുതിയ പ്രാർത്ഥനകളും സലാത്തുകളും ഒക്കെ കൊണ്ടുവരുമ്പോൾ എന്താ ചോദിക്കാറ്? ഇത് സലാത്തല്ലേ, ഇത് ദിക്റല്ലേ, ഇത് ചൊല്ലിയതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഇതുപോലെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയോട് ആ വ്യക്തി ചോദിച്ചപ്പോൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ ആ വ്യക്തിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരായി ചെയ്തതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലതല്ലേ എന്ന് പറഞ്ഞ് പുതിയ പുതിയ അദ്കാറുകൾ നമുക്ക് പാടില്ല. മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച, സഹാബത്ത് കാണിച്ചു തന്ന മാതൃകയിൽ നാം ജീവിക്കാൻ തയ്യാറാവുക. നമ്മളാണ് അതിന്റെ വക്താക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സലഫിയ്യത്ത് എന്ന് പറയുമ്പോൾ തൗഹീദ് നാം പറയുന്നത് പോലെ അദ്കാറുകളുടെ വിഷയത്തിൽ നമുക്ക് കണിശതയുണ്ടാകണം. അത് ചെയ്യുന്നവർ നമ്മളായിരിക്കണം. അതിനെതിരിൽ വരുന്ന ബിദ്അത്തുകളെ എതിർക്കുന്നവരും നാം തന്നെ ആയിരിക്കാൻ നാം ശ്രമിക്കുക. അതുകൊണ്ട് അദ്കാറുകളുടെ വിഷയത്തിൽ നാം കൂടുതൽ ശ്രദ്ധ കാണിക്കുക. ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്റുകൾ നാം പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക് ഇന്ന് അൽഹംദുലില്ലാഹ് ധാരാളം മാർഗങ്ങളുണ്ട്. സോഷ്യൽ മീഡിയകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. വാട്സപ്പ് ഉപയോഗിക്കാത്ത ആളുകൾ കുറവാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ മറ്റും ഉപയോഗിക്കുന്ന ആളുകൾ, നിങ്ങൾക്കറിയാവുന്ന ദിക്ർ, രാവിലെ ചൊല്ലേണ്ട ദിക്റിൽ സ്ഥിരപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ബല്ലിഗു അന്നി വലൗ ആയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾക്കറിയുന്നത് ഒരു ആയത്താണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലും നിങ്ങൾക്കൊരു ദിക്ർ അറിയിച്ചു തന്നു, ആ ദിക്ർ ആരാണ് ഉദ്ധരിച്ചതെന്നില്ല, അതുപോലെ തന്നെ ആര് പറഞ്ഞു എന്നില്ല. അങ്ങനെയാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക, ഇങ്ങനെ ഒരു ദിക്റുണ്ടോ? അതല്ലാതെ ആരെങ്കിലും അയച്ചു തന്നയുടൻ ഓരോരോ ദിക്റുകൾ പറയുകയും ചെയ്യുകയും ചെയ്യല്ല വേണ്ടത്. മറിച്ച് ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവം ഉണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇമാം ദാരിമി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതാണ്. ചില ആളുകൾ കൂഫയിൽ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് അവരിൽ ഒരാൾ പറയുന്നു, ഇതാ 100 തവണ സുബ്ഹാനല്ലാഹ് പറയൂ, 100 തവണ അൽഹംദുലില്ലാഹ് പറയൂ. അങ്ങനെ കൂട്ടമായ ദിക്ർ ഹൽഖ നമ്മുടെ നാടുകളിൽ ഇന്ന് നടക്കാറുള്ള അതേ സമ്പ്രദായത്തിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നപ്പോൾ അദ്ദേഹം വരികയും അദ്ദേഹം അവരെ എതിർക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, മാ അറദ്നാ ഇല്ലാ ഖൈറ, ഞങ്ങൾ നന്മ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങൾ ദീനിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തിലിരുന്നവരല്ല, മറിച്ച് നന്മ ഉണ്ടാക്കണം, നന്മ ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഇബ്നു മസ്ഊദ് ഞങ്ങൾ ഇരുന്നത്. യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലാ ഖൈറ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലം യുസിബ്, എത്ര ആളുകളാണ് നന്മ ചെയ്യണമെന്ന് കരുതുന്നത്, പക്ഷെ അവർ ചെയ്യുന്ന നന്മയല്ല. ശേഷം അവരോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകന്റെ സഹാബത്ത് ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട്, പ്രവാചകന്റെ വസ്ത്രങ്ങൾ നശിച്ചു പോയിട്ടില്ല, അതിനു മുമ്പേ ദീനിൽ നിങ്ങൾ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ ആട്ടിയകറ്റിയ സംഭവം ഇമാം ദാരിമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിക്റുകൾ നാം ചെയ്യുമ്പോൾ അത് ദീനിന്റെ ഒരു ഭാഗമാണ്. അത് ഇല്ലാത്ത ദിക്റുകൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിനെ എതിർക്കുക തന്നെ വേണം. അതാണ് സഹാബത്തിന്റെ മാർഗം. അതല്ലാതെ കിട്ടിയ എല്ലാ ദിക്റുകളും പറയുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സഹീഹായ അദ്കാറുകൾ എടുക്കണം. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ ഒക്കെ ചില ആളുകൾ, അവരെന്ത് പറയും? അദ്കാറുകളുടെ വിഷയങ്ങളിൽ ലഈഫായ ഹദീസുകൾ സ്വീകരിക്കാമെന്ന് പറയും. അത് പാടില്ലാത്തതാണ്. ഒന്ന്, ലഈഫായ ഹദീസുകൾ ഫളായിൽ സ്വീകരിക്കാം എന്നുള്ളത് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അല്ലെങ്കിൽ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായമല്ല. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. മറിച്ച് ലഈഫായ ഹദീസുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അനേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ
തദ്രീബുർ റാവിയിൽ ഹാഫിദ് സുയൂത്തി റഹിമഹുല്ലാ പലരെയും ഉദ്ധരിക്കുന്നതായി കാണാം. അതിൽ പ്രധാനികൾ ഇമാം ബുഖാരിയുടെ അഭിപ്രായം അതാണ്, ഇമാം മുസ്ലിമിന്റെ അഭിപ്രായം അതാണ്. അങ്ങനെ അനേകം പണ്ഡിതന്മാർ, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ, അവരൊക്കെ ദഈഫായ ഹദീസ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. അദ്ദേഹത്തിൽ വേറെയും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അത് പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരടക്കം പല നിബന്ധനകളും വെച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന നിബന്ധന എന്താണ്? ഒരു ദഈഫായ ഹദീസ് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം സ്ഥാപിക്കുന്ന സഹീഹായ ഹദീസ് വന്നിരിക്കണം. ഉദാഹരണത്തിന് ളുഹാ നിസ്കാരം, ആ നിസ്കാരത്തെക്കുറിച്ചൊരു അതിന്റെ ശ്രേഷ്ഠതയിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എങ്കിൽ ളുഹാ നിസ്കാരം സ്ഥിരപ്പെട്ടതാണ്, അതുകൊണ്ട് അതിന്റെ വിഷയത്തിൽ പറയാമെന്നാണ് ആ അനുവദിച്ച പണ്ഡിതന്മാരുടെ ഉദ്ദേശം. അതല്ലാതെ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കാൻ ദഈഫായ ഹദീസുകൾ ഉപയോഗിക്കാൻ പാടില്ല. ദഈഫായ ഒരു ഹദീസിൽ ഒരു ദിക്ർ വന്നു എന്ന് സങ്കല്പിക്കുക, ആ ദിക്ർ വേറെ ഹദീസുകളിൽ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ദഈഫായ ഹദീസ് അതിനു വേണ്ടി പോലും ഉപയോഗിക്കാമെന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല. അത് നമ്മുടെ നാട്ടിൽ ചില പിഴച്ച ആളുകൾ കൊണ്ടുവരുന്ന ആശയമാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിനെ പോലെയുള്ള ആളുകൾ അവർ നല്ല വസ്ത്രം ധരിച്ചു നടക്കുമ്പോൾ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ അവർ ഈ കാലഘട്ടത്തിലെ സൂഫിയാക്കളാണ്. സൂഫിയ്യത്തുൽ അസ്ർ എന്ന് ഷെയ്ഖ് അൽബാനി അവരെ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ദഈഫായ ഹദീസുകളിലൂടെ ഒരിക്കലും ദിക്റുകൾ നാം പാലിക്കാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് സഹീഹായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകൾ മാത്രമേ നാം സ്വീകരിക്കാവൂ. അവസാനമായി ഉണർത്താനുള്ള ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന അദ്കാറുകൾ, ചില ദിക്റുകൾ എങ്ങനെ നമുക്ക് കാണാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് ഒന്നിലധികം ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടത്, അത് രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മസലയായിരിക്കാം. ഉദാഹരണത്തിന് സുജൂദിൽ നമുക്ക് അനേകം ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നല്ല കാര്യം എന്താണ്? ഈ ദിക്റുകളൊക്കെ ഒരുമിച്ച് കൂട്ടി നാം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകൾ എപ്പോഴും സുജൂദിൽ പറയാ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് മാത്രമായിരിക്കും. അങ്ങനെ ചെയ്യുന്നതിന് പകരം 3 തവണ സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലെങ്കിൽ 3 എന്ന് വന്നിരിക്കുന്ന റിവായത്ത് ദഈഫാണ്, 3 സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനകൾ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ ഇമാമിന്റെ പിറകിൽ ഇതൊക്കെ പറയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഈ ദിക്റുകൾ ധാരാളമായി ഇങ്ങനെ പറയുക. എന്നാൽ വേറെ ചില അദ്കാറുകളുണ്ട്. ഉദാഹരണത്തിന് ദുആഉൽ ഇസ്തിഫ്താഹ്, നിസ്കാരത്തിന് കൈകെട്ടിയ ഉടൻ നമ്മൾ പറയുന്ന പ്രാർത്ഥന, അത് പ്രവാചകരിൽ നിന്ന് ഒന്നിലധികം രൂപത്തിൽ വന്നിട്ടുണ്ട്. അവിടെ പണ്ഡിതന്മാർ പറയുന്ന എന്താ? അത് ഇഖ്തിലാഫു തനവ്വു ആണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം, പക്ഷെ ഒരു സമയത്തല്ല. പിന്നെ നിങ്ങൾ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായ പറഞ്ഞാൽ, അല്ലെങ്കിൽ ളുഹുറിന് അത് പറഞ്ഞാൽ, അസറിന് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക്, മറ്റൊരു നേരം വജ്ജഹ്തു വജ്ഹിയ ലില്ലദി. ചില പണ്ഡിതന്മാർ വജ്ജഹ്തു രാത്രി നിസ്കാരത്തിന് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹു അലം, അത് ബാക്കിയുള്ള നിസ്കാരങ്ങൾക്കും പറയാം. എന്നിരുന്നാലും ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ ചെയ്യുക. ആ മാറ്റി മാറ്റി ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താ? ഒന്ന്, പ്രവാചകന്റെ എല്ലാ സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ ഹയാത്താക്കുക. രണ്ടാമത്തേത്, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ടാകും. ഇപ്പൊ ചില ആളുകളൊക്കെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക് അത് പറയുമ്പോൾ കൈകെട്ടും, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക് പറയും, അതൊരു പതിവായി പോകുന്നതാണ്. അത് പറയും, ശേഷം ഫാത്തിഹ ഓതും, സൂറത്ത് ഓതും. എന്നാൽ നേരെ മറിച്ച് ളുഹുറിനെ ഒന്ന് പറഞ്ഞു, അസറിനെ വേറെ ഒന്ന് പറഞ്ഞു, അങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ടാകും. അദ്കാറുകളുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ അദ്കാറുകൾ തനവ്വുആയി വ്യത്യസ്തമായി പറയുക എന്നുള്ളത് ശർഅ് നമ്മെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദിക്റുകളിൽ ഏത് ദിക്റാണെങ്കിലും, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെല്ലുന്ന ദിക്റാണെങ്കിലും, അതൊക്കെ എല്ലാ സാഹചര്യങ്ങളിലും ദിക്റിൽ ഏറ്റവും നല്ലത് എന്താ? നിങ്ങൾ ത്വഹാറത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ശുദ്ധിയിലായിരിക്കുക. വുളൂഇലായിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ദിക്റുകൾ പറയുക എന്നുള്ളതാണ്. അബൂ ദാവൂദ് റഹിമഹുല്ലാ മുഹാജിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വഹാറത്തിലല്ലായിരിക്കെ ഒരു വ്യക്തി അദ്ദേഹത്തോട് സലാം പറഞ്ഞപ്പോൾ അവിടുന്ന് സലാം മടക്കിയിട്ടില്ല. ശേഷം അവിടുന്ന് പറഞ്ഞു, ഇന്നി കരിഹ്തു അൻ അദ്കുറ അല്ലാഹ അസ്സ വജല്ല ഇല്ലാ അലാ തുഹ്റിൻ, ശുദ്ധിയിലായിക്കൊണ്ട് ഞാൻ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇബ്നു ബത്താൽ റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരിയുടെ ശർഹിൽ പറയുന്നു, സലഫുസ് സാലിഹീങ്ങൾ അദ്കാറുകൾ പറയുമ്പോൾ ശുദ്ധിയിലായിരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അതിനർത്ഥം ശുദ്ധിയില്ലാത്തപ്പോൾ ഇനി മുതൽ ദിക്ർ പറയണ്ട എന്നല്ല, മറിച്ച് കഴിവിന്റെ പരമാവധി സമയവും ശുദ്ധിയിലായിരിക്കാൻ നമ്മൾ ശ്രമിക്കുക, വുളൂഇലായിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗ്ഗത്തിൽ താങ്കൾ
താങ്കളുടെ ചെരുപ്പിന്റെ ശബ്ദം കേട്ടു, താങ്കൾ എന്താണ് അമൽ ചെയ്യുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എപ്പോഴും ഞാൻ വുളൂ ചെയ്താൽ അതിനുശേഷം നിസ്കരിക്കും. ചില പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണത്തിൽ പറയുന്നതായി കാണാം, അദ്ദേഹം എപ്പോഴും വുളൂയിലായിരിക്കാനും ശ്രമിച്ചിരുന്നു. ഈ രൂപത്തിൽ എപ്പോഴും നമ്മൾ ശുദ്ധിയിലായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ശുദ്ധിയില്ലാത്ത സമയത്താണെങ്കിലും ദിക്റുകൾ പറയാം. ഇമാം ഇബ്നു അബി ശൈബ റഹിമഹുല്ലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാം, അദ്ദേഹം ജനാബത്ത് കുളിക്കുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ ഉറക്കിൽ നിന്ന് ആരെങ്കിലും നെട്ടിയാൽ പറയേണ്ട പ്രാർത്ഥന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥന, അതൊക്കെ ഒരു വ്യക്തി സ്വാഭാവികമായും ശുദ്ധിയിലായിരിക്കുകയില്ല. അപ്പോൾ ശുദ്ധിയിലല്ല എങ്കിലും ദിക്റുകൾ പറയൽ അനുവദനീയമാണ്. പക്ഷെ ഏറ്റവും പൂർണ്ണത ശുദ്ധിയിലായിരിക്കെ ദിക്റുകൾ പറയുക എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴും നമ്മുടെ നാവിൽ ദിക്റുകൾ ഉണ്ടാവണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. അദ്കാറുകളെ കുറിച്ച് സലഫുസ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക. ഇബ്നു തൈമിയ റഹിമഹുല്ല പറയാറുണ്ട്, എന്റെ രാവിലെ പ്രഭാത ഭക്ഷണം അത് ദിക്റുകളാണ്. ആ ദിക്റുകൾ അവരുടെ ശരീരത്തിന് ശക്തി നൽകിയിരുന്നു, അവർക്കതിൽ ബലം കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതുപോലെ നമ്മളുമായി തീരുക, അദ്കാറുകൾ എപ്പോഴും പതിവാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നതുപോലെ അല്ലാഹു പറയുന്നു, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഉദ്ധരിക്കുന്നു, എന്റെ അടിമ എന്നിലേക്ക് വരുന്നതിനേക്കാളും വേഗതയിൽ ഞാൻ അവനിലേക്ക് ചെല്ലും എന്ന് പറഞ്ഞാൽ, നാം അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവനിലേക്ക് അടുപ്പിക്കും. അല്ലാഹു നമ്മുടെ പദവികൾ ഉയർത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്കാറുകൾ നിരന്തരമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും ദിക്റുകൾ നമ്മുടെ നാവിലുണ്ടാകണം. അബ്ദുല്ലാഹി ഇബ്നു ബുസ്റിനോട് പ്രവാചകൻ പറഞ്ഞതുപോലെ, നിന്റെ നാവിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാക്കിയെടുക്കാൻ നീ ശ്രമിക്കുക. നിരന്തരം ഒരു സമയത്തും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി മസ്ജിദിൽ നിന്ന് പോകുമ്പോൾ അദ്കാറുകൾ പറയുക. ഏറ്റവും ചുരുങ്ങിയത് രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള അദ്കാറുകൾ, മസ്ജിദിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആ അദ്കാറുകൾ നിങ്ങൾ പറയാൻ തയ്യാറായാൽ, ഇബ്നു സലാഹ് റഹിമഹുല്ലാ സബഖൽ മുഫർരിദൂൻ എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ആ ഹദീസിന്റെ പരിധിയിൽ ഉൾപ്പെടാൻ ഈ പറയപ്പെട്ട അദ്കാറുകൾ ചെയ്താൽ മതിയാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിരന്തരം നാവിൽ ദിക്റുകൾ ഉണ്ടായിക്കൊള്ളുക. എന്റെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അൽഹംദുലില്ലാഹ് ഖുർആൻ ഓതുന്നുണ്ട്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഇതാണ് ഏറ്റവും മഹത്വമുള്ള ദിക്ർ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് പൂർണ്ണത. സാധാരണക്കാർ ഖുർആൻ ഓതുക, അത് വർദ്ധിപ്പിക്കുക, അതിനു പുറമെ നാവിൽ നിരന്തരമായ ദിക്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെയുള്ള അദ്കാറുകൾ നിരന്തരമായി ജീവിതത്തിൽ പാലിക്കുക. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായി നിങ്ങൾക്കൊരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ വെക്കണമെങ്കിൽ അതിന് സമീപകാലം ജീവിച്ച ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കാസറ്റുകൾ നിങ്ങൾ കേട്ടു നോക്കിയാൽ, ചോദ്യോത്തരം നിങ്ങൾ കേട്ടു നോക്കിയാൽ, ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെടുമ്പോൾ അദ്ദേഹം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ചോദ്യകർത്താവ് ചോദിക്കുന്നു, അദ്ദേഹം ദിക്റുകൾ പറയുന്നു. അദ്ദേഹം ഉത്തരം നൽകിയതിനു ശേഷം വീണ്ടും അദ്ദേഹം അദ്കാറുകൾ പറയുന്നു. അദ്ദേഹത്തിന്റെ ചില വിദ്യാർത്ഥികൾ പറയുന്നതായി കാണാം, ഒരു ദിവസം ആയിരക്കണക്കിന് തസ്ബീഹകളും ആയിരക്കണക്കിന് ദിക്റുകളും ചുരുങ്ങിയത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ചൊല്ലുന്നുണ്ട്, സമീപകാലം ജീവിച്ചൊരു പണ്ഡിതൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിൽ നിരന്തരമായി അദ്കാറുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹയും അദ്ദേഹത്തിന്റെ ദർസുകളിൽ നിങ്ങൾ ഇരുന്നാൽ, ആ ദർസുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിരന്തരം അദ്കാറുകളാണ്, ദിക്റുകളാണ്. ഇങ്ങനെയാണ് സലഫികളായ ഉലമാക്കൾ. അവരുടെ മാർഗത്തിൽ നാം പിൻപറ്റുമ്പോൾ, സലഫികളാണെന്ന് നമ്മൾ പറയുമ്പോൾ, സഹോദരങ്ങളെ, കേവലം അഖീദയിൽ മാത്രമല്ല മറിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൂടി നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കാണിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കാനും ദിക്റുകൾ വർദ്ധിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോൾ ധാരാളം ദിക്ർ ചെയ്തവർ എന്ന മർത്തബയിലായിരിക്കാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ചില ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവങ്കൽ വിരുന്നൊരുക്കുമെന്ന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വാഗ്ദാനം നൽകിയതുപോലെ അത്തരത്തിലുള്ള വാഗ്ദാനത്തിന് കാരണമായി ഈ സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.